യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. നമുക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മിൽ നിന്ന് അവൻ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതുണ്ട്. എന്താണത്? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാം. അവൻ ചില പട്ടണങ്ങളിൽ വീര്യപ്രവർത്തികൾ ചെയ്തു, പക്ഷെ അവർക്ക് മാനസാന്തരപ്പെടാത്തത് കൊണ്ട് അവരെ ശാസിച്ചു. ഏതൊക്കെയാണ് ആ പട്ടണങ്ങൾ? ഒന്ന് കോരസ്, അതുപോലെ തന്നെ ബെത്സൈദ എന്ന് പറയുന്ന പട്ടണങ്ങളെ. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് കഷ്ടം എന്നാണ് പറഞ്ഞത്. ദൈവപ്രവർത്തികൾ നമ്മൾ അനുനിമിഷം കാണും തോറും നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ മേഖലയിലെല്ലാം ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുമ്പോൾ, ആ പ്രവൃത്തി നമ്മൾ കാണുമ്പോൾ നമുക്കൊരു മാറ്റം ഉണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം, പഴയ സ്വഭാവങ്ങൾ നമുക്ക് മാറ്റം ഉണ്ടാകണം. യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മുടെ സ്വഭാവം ആയിത്തീരണം. യേശു പറഞ്ഞൊരു കാര്യം, ചില പട്ടണങ്ങളിൽ കുറിച്ച് യേശു പറഞ്ഞു, സോരിലും സീദോനിലുമാണ് ഈ വീര്യപ്രവർത്തികൾ നടന്നിരുന്നതെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു എന്ന് യേശു പറഞ്ഞു. അപ്പൊ എന്താണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം? നമ്മുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകുക, നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റമുണ്ടാകുക എന്നുള്ളതാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഞാൻ അവിടെ ഇല്ലായിരുന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു, കാരണം നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകുമല്ലോ എന്നാണ് യേശു പറഞ്ഞത്. ലാസറിനെ ഉയർപ്പിച്ചതിന്റെ ലക്ഷ്യം, കാനാവിലെ കല്യാണത്തിന്റെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതിന്റെ ലക്ഷ്യമല്ല, യേശുവിന്റെ കൂടെയുള്ളവർ യേശുവിനെ വിശ്വസിക്കണം എന്നതായിരുന്നു. വലിയ അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടായില്ല, വലിയ അത്ഭുത പ്രവർത്തികൾ നടന്നതുകൊണ്ടായില്ല. അത് നടക്കുന്നതോടൊപ്പം നമുക്ക് മാനസാന്തരം ഉണ്ടാകണം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ. God bless you. ആമേൻ.